വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. സ്റ്റാലിനെ തങ്ങൾ വഞ്ചിച്ചിട്ടില്ല എന്നും ഇന്ത്യ മുന്നണിയുടെ ഒപ്പം ചേരേണ്ടത് ആവശ്യമാണ് എന്നും കോൺഗ്രസ് വീണ്ടും പറയുന്നതോടെ തമിഴ്നാട്ടിൽ DMK നേതാക്കളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്റ്റാലിൻ വലിയ നീക്കത്തിന് ചുവടുവയ്ക്കുകയാണ്. BJPയുമായി സഖ്യം ചേർന്നാൽ DMK വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാവുകയും DMK പിളരുകയും ചെയ്യുമെന്നത് മുൻകൂട്ടി അറിഞ്ഞു തന്നെയാണ് സ്റ്റാലിൻ ആ തീരുമാനത്തിലേക്ക് പോകുന്നത്. താൽക്കാലികമായി തമിഴക വെട്ടിക്കഴകവുമായി കോൺഗ്രസ് ഒത്തുപോകുന്നതിൻ്റെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും പുറമേ കാണിക്കാതിരുന്നാൽ സ്റ്റാലിന് ഇനിയും മുന്നേറാൻ കഴിയും. സ്റ്റാലിന് നിലവിൽ രാജ്യസഭാ സീറ്റൊഴി വരുമ്പോൾ കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി തന്നെ രാജ്യസഭയിൽ MP സ്ഥാനം നേടിയെടുക്കാൻ കഴിയുമെന്നും അതുകൊണ്ട് DMK ഈ വിഷയത്തിൽ ഒരു രീതിയിലും ആമാദിക്കേണ്ട കാര്യമില്ല എന്നും നേതൃത്വം പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് DMK സഹായത്തോടെ തമിഴ്നാട്ടിൽ MP സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്. അതിനു പകരമായി തന്നെ തിരിച്ചും കൊടുക്കാമെന്നും പറയുന്നുണ്ട്. കോൺഗ്രസ് ഒരു രീതിയിലും DMKയുടെ സ്തുത്യർഹമായ സേവനത്തെ നിഷേധിക്കുന്നില്ല. എന്നാൽ അടച്ചാക്ഷേപിക്കാനാണ് ശ്രമമെങ്കിൽ അത് ശരിയല്ല എന്നുള്ള കാര്യം തന്നെ വ്യക്തമാക്കുകയാണ്. സ്റ്റാലിനോട് മമതാ ബാനർജിയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ അടക്കമുള്ളവർ പറയുന്നത് ഇന്ത്യ മുന്നണിയിൽ നിന്നും വിട്ടുപോയാൽ നിങ്ങൾക്ക് അന്തസ്സത്ത നഷ്ടമാകും. അതുകൊണ്ട് തന്നെ BJP എന്ന കോമൺ എനിമിയെ എതിർക്കേണ്ടത് അനിവാര്യമാണ് എന്ന തരത്തിലാണ് മമതയും ഉദ്ധവ് താക്കറെയും ഒക്കെ ഒരേ സ്വരത്തിൽ MK സ്റ്റാലിനോട് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ മറ്റുള്ള വിശാല യോഗങ്ങളിൽ സ്റ്റാലിൻ്റെ DMKയെ പ്രതിനിധീകരിച്ച് അംഗങ്ങളുണ്ടാകും. DMK ആണ് നിലവിൽ തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷം. രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ സെനാരിയോ നോക്കുമ്പോൾ വളരെ വ്യക്തമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് പറയാൻ കഴിയും, ഇന്ത്യ മുന്നണിയുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്ന DMK തങ്ങളായിട്ട് ഒരു രീതിയിലും അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യില്ല. തമിഴ്നാട്ടിലെ പ്രധാന രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസിന് ആ മന്ത്രിസഭയിൽ ചേരാൻ പ്രേരണയായതും അതുവഴി ഉന്നത വിദ്യാഭ്യാസവും ടൂറിസം ഉൾപ്പെടെയുള്ള പ്രധാന ക്യാബിനറ്റ് പോർട്ട്ഫോളിയോകൾ അവരുടെ കയ്യിലേക്ക് എത്തപ്പെട്ടതും. ഇന്ത്യൻ്റെ രാഷ്ട്രീയം മാത്രമല്ല ഭാവി കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വേണം കരുതലോടെ DMK നീങ്ങാനെന്ന കോൺഗ്രസ് പ്രസിഡന്റായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാക്ക് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ ശ്രമിക്കുന്നത്. BJP സഖ്യവുമായി DMK മുന്നോട്ട് പോകുന്നതറിഞ്ഞാൽ അണികൾ എതിർപ്പുണ്ടാക്കുമെന്നും ദ്രാവിഡ പാർട്ടി വർഗീയ പാർട്ടിയുമായിട്ടുള്ള കൂട്ടുകക്ഷി ഭരണമുണ്ടാക്കാൻ തമിഴ്നാട് ഒരിക്കലും അനുവദിക്കില്ല. വരുംകാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ സ്റ്റാലിനെ ഒരു കാരണവശാലും DMK പാർട്ടിയെ മലീമസപ്പെടുത്തരുത് എന്ന കോൺഗ്രസിൻ്റെ ആവശ്യം ഇപ്പോൾ പ്രാധാന്യത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്.